അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കേരള പെയിന്റിന്റെ കേരനാടിൻ ചായ എന്ന പാട്ടുപാടി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിന് നമുക്ക് വിന്നറായി നമ്മുടെ പൊന്നൂസാണ്, കുഞ്ഞുട്ടൻ അണ്ണേസപ്പായി. അപ്പോൾ സമ്മാനം വാങ്ങാനുള്ള പോക്കാണ് ഗൈസ്. കേരള പെയിന്റിന്റെ സമ്മാനം വാങ്ങാൻ പോയി. നമ്മൾ രാവിലെ ഇപ്പോൾ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി, 10 മണിക്കാണ് അവിടെ എത്തേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ പറവൂരിന്ന് അത്താണി, അങ്കമാലി, ചാലക്കുടി ആ റൂട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ അങ്കമാലി എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിൽ ഒരു ശരവണ ഭവൻ എന്ന് പറഞ്ഞ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് ഉഷാറായി ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് ശരവണ ഭവനിലാണ്. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്. നമ്മളപ്പോൾ ഈ റൂട്ട് പോകുമ്പോൾ ഞങ്ങൾ കയറാനുള്ള മെയിൻ റെസ്റ്റോറൻ്റാണ് ഇത്, വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. സൂപ്പർ ടേസ്റ്റി ഫുഡാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി കേരള പെയിൻറ്റിൻ്റെ ഔട്ട്ലെറ്റിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇതാണ് ശരവണ ഭവൻ, ഹൈവേ തന്നെ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പം നമ്മൾ ഇനി നേരെ ചാലക്കുടിക്ക് വെച്ച് പിടിക്കാനുള്ള പരിപാടിയാണ്. നല്ല ബ്ലോക്കാണ് കേട്ടോ. ബ്ലോക്കൊക്കെ കണക്കാക്കിയിട്ട് നമ്മൾ കുറച്ച് ടൈം നേരത്തെ ഇട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പോണ വഴിക്ക് പിന്നെ ഒരു ഉഗ്രം മഴയും കിട്ടി, കണ്ണ് കാണാൻ പറ്റാത്ത ടൈപ്പിലായിരുന്നു മഴ. അപ്പോൾ നമ്മൾ അതൊക്കെ തരണം ചെയ്ത് അവിടം വരെ എത്തി. സമ്മാനം വാങ്ങുക എന്ന് പറഞ്ഞത് വാങ്ങണ്ടേ. അപ്പോൾ നമ്മൾ ഫൈനലി ഇതേ കേരള പെയിൻറ്റ് ഔട്ട്ലെറ്റിൽ എത്തിയാക്കിയാണ്. അപ്പോൾ അവിടെ 10 മണിക്കാണ് ഫംഗ്ഷൻ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു 20 മിനിറ്റ് നേരത്തെ എത്തി. അപ്പോൾ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് കേരള പെയിൻറ്റിൻ്റെ ഷോപ്പ് കേട്ടോ. അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് അവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്യണം. കുഞ്ഞുട്ടനൊക്കെ കോട്ടുവായിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുട്ടൻ്റെ അപ്പോൾ അവിടുത്തെ സ്റ്റാഫിനെയൊക്കെ മണിയടിച്ച് തുടങ്ങി. അവരുടെ സ്ഥിരം പരിപാടി ഇതാണല്ലോ. ഇത് നമ്മുടെ കേരള പെയിൻറ്റിൻ്റെ MD ആണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പേര് മിഥുൻ എന്നാണ്. അപ്പോൾ നമ്മളിത് അവിടെ വെയിറ്റ് ചെയ്യാണ്. അവിടെയുള്ള ബലൂണൊക്കെ ഇട്ട് കളിച്ച് പരിപാടിയാണ്. കുഞ്ഞുട്ടൻ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു നിവർത്തിയില്ല കേട്ടോ കേസ്, ഒരു നിവർത്തിയില്ല. അപ്പോൾ എന്തായാലും കുഞ്ഞൂട്ടൻ്റെ അണ്ണേസപ്പാണ് കേട്ടോ. ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ പൊന്നൂനാണ് കിട്ടിയത്. കുഞ്ഞൂട്ടന് റണ്ണേഴ്സപ്പ് സമ്മാനമുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചാണ് സമ്മാനം കൊടുക്കാനുള്ള പരിപാടി. അപ്പോൾ വിശിഷ്ടാതിഥികളായിട്ട് വന്നിരിക്കുന്നത് ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വളപ്പൻ സാറും ചാലക്കുടി മുനിസിപ്പൽ കൗൺസിലർ ജോയ് ചാമോളപ്പിൽ സാറുമാണ്. കേരള പെയിന്റിന്റെ MD ആയ മിഥുൻ സാറിന്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു പെയിന്റിനെ പറ്റി. വളരെ സെൻസിറ്റീവായ സ്പീച്ചാണ്. അതിനെപ്പറ്റി നമ്മൾ ഫുള്ളായിട്ടൊരു വീഡിയോ ഫുൾ സ്പീച്ച് ഇട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം കേരള പെയിന്റിന്റെ ഒരു മനോഹരമായ ഒരു പെയിന്റിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓപ്പൺ ചെയ്തതിനു ശേഷം അവിടെ വെച്ചാണ് നമ്മൾ സമ്മാനദാന ചടങ്ങുകളൊക്കെ നിർവഹിച്ചത്. അപ്പോൾ ഒരു 10 പേരുണ്ടായിരുന്നു റണ്ണേഴ്സപ്പ്. അപ്പോൾ എല്ലാവരും എത്തിയിരുന്നില്ല, പല സ്ഥലങ്ങളിലുള്ള ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ പൊന്നൂസും കുഞ്ഞൂട്ടനും സമ്മാനം വാങ്ങാനായിട്ട് വളരെ ത്രില്ലടിച്ചുള്ള നിപ്പാണ് ഗൈസ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആഗ്നേയ എന്ന് പറയുന്ന ആഗ്നേയയുടെ അനിയൻ തന്നെയാണ് അനശ്വർ. രൂപയുടെ ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് സുചിത്രയാണ്. സുചിത്ര സ്റ്റുഡൻ്റ് ആണ്. നല്ല കാര്യം. അതോടൊപ്പം ഈ ചിത്രം വരയ്ക്കാൻ മുൻകൈയെടുത്ത ശരത്തിൽ ഗെയ്സ്. അപ്പോൾ നമ്മുടെ കേരള പെയിന്റിന്റെ മനോഹരമായ സമ്മാനദാന ചടങ്ങുകളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് റണ്ണേഴ്സ്, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 10 പേരുണ്ടായിരുന്നു റണ്ണേഴ്സ്. അപ്പോൾ അവരെല്ലാവരും എത്തിയിരുന്നില്ല. കേരളത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിലുള്ളവരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എത്തിപ്പെടാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ അവർക്കെല്ലാം സമ്മാനം അയച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ റണ്ണേഴ്സപ്പായ ഒരു കുട്ടി നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, അനശ്വരും പിന്നെ ഒരു കുട്ടിയും മാത്രമാണ് വന്നിരുന്നത്. പിന്നെ ഫേസ്ബുക്കിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഒരു ആളുണ്ടായിരുന്നു, അശ്വന്ത്. അദ്ദേഹത്തിൻ്റെ സ്ഥലം കോഴിക്കോടാണ്. അദ്ദേഹം ലേറ്റ് ആവുമെന്ന് വിളിച്ച് പറഞ്ഞിരുന്നു. അതായത് എന്തോ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇട്ട്. പാട്ട് പാടാൻ അവസരം തന്നെ കേരള പെയിന്റ്സിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിനാണ് ഫേസ്ബുക്കിൽ സമ്മാനം അടിച്ചത്, ഫസ്റ്റ് പ്രൈസ് അടിച്ചത്. അപ്പോൾ പിന്നെ നമ്മൾ അതിന് ശേഷം അവിടെ നിന്ന് കുറേ ഫോട്ടോഷൂട്ടും പൊന്നൂസിൻ്റെ കുറച്ച് സമ്മാനമൊക്കെ പിടിച്ചിട്ടുള്ള കുഞ്ഞൂട്ടൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒത്തിരി ഫോട്ടോസ്, ഒരുപാട് സന്തോഷമായി. കുഞ്ഞൂട്ടനും പൊന്നൂസിനും ഒരുപാട് സന്തോഷമായി. അപ്പോൾ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇപ്പോൾ അതൊക്കെ നമ്മൾ പരിപാടി അവസാനിപ്പിക്കാനുള്ള പരിപാടിയിലാണ്. ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ കേരള പെയിന്റ്സിൻ്റെ
അപ്പോൾ നമ്മുടെ കേരള പെയിന്റിന്റെ ഈ ഫാക്ടറി ഔട്ട്ലെറ്റിന്റെ ലൊക്കേഷൻ ചാലക്കുടി സെൻറ്ററിൽ തന്നെയാണ്. അതായത് അങ്കമാലിയിൽ നിന്ന് വരുമ്പോൾ, എനിക്ക് കറക്റ്റ് ഇവിടുത്തെ എല്ലാ വഴികളൊന്നും അറിയില്ല, എന്നാലും അങ്കമാലിയിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ ഡി സിനിമാസൊക്കെ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ സർവീസ് റോഡ് കയറുമ്പോൾ ഒരു ജംഗ്ഷനിൽ തന്നെയാണ് എക്സാക്ട് ലൊക്കേഷൻ. ജസ്റ്റ് നമ്മൾ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ പൊന്നൂസ് നമ്മുടെ ഫസ്റ്റ് പ്രൈസ് അടിച്ച അശ്വന്തിനോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വന്തിന് കൈയൊക്കെ കൊടുത്ത്, അത് കണ്ടു കഴിഞ്ഞാൽ ഒരാൾ ചെയ്ത എല്ലാവരും ചെയ്യുമല്ലോ. കുഞ്ഞുകുട്ടനും പോയി കൈ കൊടുത്തു. കുഞ്ഞുട്ടൻ കൈ കൊടുത്തിട്ട് ഒരു ഒറ്റ പോക്കാൻ വന്നേ. എന്ത് പോക്കാടാ വന്നേ, ഒന്നും പറയാണ്ട് കൈ കൊടുക്കാൻ വേണ്ടി മാത്രമാകും പോയത്. അപ്പം നമ്മളിതേ ഇവിടെ നിന്ന് ഇറങ്ങാണ്ട കേസ്. ഇനി നമ്മളൊരു ഫിലിം കാണാനാണ് ഉദ്ദേശിച്ചേക്കണേ. ഫിലിം കാണണം, പിന്നെ കുഞ്ഞുട്ടിനെ എയർപോർട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞു. എയർപോർട്ടിൽ പ്ലെയിനിൽ കയറാനല്ല, പ്ലെയിൻ കാണാനായിട്ട് അടുത്ത് നിന്ന് അവന് കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കേരളമൊക്കെ പിന്നെ കയറ്റാന്ന് പറഞ്ഞു, കാരണം ഇപ്പോൾ വേറെ നിവർത്തിയില്ല നമുക്ക്. അപ്പോൾ സിനിമ പ്ലാൻ ചെയ്യണം, ഫുഡ് കഴിക്കണം, എയർപോർട്ട്, ഇത്രയും 3 കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാം, കാരണം ഇതിൻ്റെ ഉൾക്കൊള്ളിക്കുന്നില്ല ആ വീഡിയോ. പിന്നെ കേരള പെയിൻറ്റിൻ്റെ MD ആയ മിഥുൻ സാറും ചെയർമാനായ ജോസഫ് സാറും പറഞ്ഞ ഒരുപാട് പെയിൻറ്റിനെ പറ്റി പറഞ്ഞ ഒരുപാട് നല്ല കുറച്ച് കാര്യങ്ങളുണ്ട്. ക്വാളിറ്റേറ്റീവായി നമ്മൾ സെൻസിറ്റീവ് എടുക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ട് ഒരു ഫുള്ളായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അവരുടെ സ്പീച്ച് ഫുള്ളായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരു കാര്യം പറയാൻ പറഞ്ഞു, നമ്മുടെ ഹൃതിക് റോഷൻ്റെ വാർ എന്ന് പറഞ്ഞ പടം കാണാൻ പോണേ. അത് കാണണം എന്ന് കുഞ്ഞിട്ട് കുറേ നാളായി പറയുന്നുണ്ട്. ഞാനും അതെ, ഹിന്ദി പടം കണ്ടിട്ട് കുറേ നാളായി. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യൂ. അടുത്ത വീഡിയോ കാണുന്നവരെ വീണ്ടും നമസ്കാരം. ഒരു കാര്യം കൂടി വിട്ടുപോട്ടെ കേസ്, ആ ലൈക്കിലൊന്ന് കുത്തിയണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കിലേക്ക് ഒരു കുത്തല്ലേ ഞാൻ ചോദിച്ചുള്ളൂ, ഒരു കുത്ത് താ ഗൈസ്.